ഇക്കഴിഞ്ഞ നവംബർ 17-നാണ് ഇന്ത്യ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈൽ സാങ്കേതികവിദ്യയിൽ പുതുചരിത്രം സൃഷ്ടിച്ച് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചെന്ന് പ്രഖ്യാപിച്ചത്. എന്നാൽ അതിനും ഒരു മാസം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2024 സെപ്റ്റംബർ 16-നാണ് ഹുതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ച് ഇസ്രായേലിനെ ഞെട്ടിച്ചത്. 2024 നവംബർ 17 രാവിലെ 8:24-നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ പങ്കുവച്ച ചിത്രസഹിതമുള്ള പോസ്റ്റിലൂടെ ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തിയ കാര്യം അറിയിച്ചത്. ഇതോടെ ഈ സാങ്കേതികവിദ്യ സ്ഥിരീകരിക്കപ്പെട്ട 4ാമത്തെ രാജ്യമായി ഇന്ത്യ. റഷ്യ, US, ചൈന എന്നിവയാണ് ഈ സാങ്കേതിക നേട്ടം കൈവരിച്ച മറ്റു രാജ്യങ്ങൾ. ഈ രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായ സാങ്കേതികവിദ്യ എത്ര മനോഹരമായാണ് യമനിലെ ഹൂതികൾ ഇസ്രായേൽ എന്ന ഭീകര രാഷ്ട്രത്തിന് നേരെ പ്രയോഗിച്ചതെന്ന് അറിയുമ്പോഴാണ് ലോകത്തെ വിമത ഗ്രൂപ്പുകൾ യുദ്ധ സാങ്കേതിക മേഖലകളിൽ എത്രമാത്രം മുന്നിലാണെന്ന് നാം തിരിച്ചറിയുക. ഇസ്രായേലും അമേരിക്കയും ഒരുക്കിയ അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തെറിഞ്ഞാണ് ഹുതികളുടെ മിസൈൽ ഇസ്രായേലിന്റെ നെഞ്ചകം പൊള്ളിച്ച് തുളച്ചു കയറിയത്. 11 മിനിറ്റുകൾ കൊണ്ട് 2040 കിലോമീറ്റർ താണ്ടിയാണ് ഈ മിസൈൽ ഇസ്രായേലിലെത്തിയത്. തെല്ലവീവിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയിലാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത്. 20 ഇന്റർസെപ്റ്ററുകൾ മറികടന്ന് ഫലസ്തീൻ 2 എന്ന് പേരിട്ടിരിക്കുന്ന മിസൈൽ ഇസ്രായേലിൽ പതിച്ചപ്പോൾ തങ്ങളുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ കൃത്യമായ ആക്രമണം ഇസ്രായേലിന്റെ $1 മില്യൺ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതി കൂടി വെളിപ്പെടുത്തിയെന്നാണ് ഹൂതി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഹിസാം അൽ അസദ് അന്ന് പറഞ്ഞത്. സയനിസ്റ്റ് ശത്രുവിന്റെ ഹൃദയം ഇനി സുരക്ഷിതമല്ലെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചിരുന്നു. കൃത്യമായ സ്ഥലത്താണ് മിസൈൽ പതിച്ചതെന്നും ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടക്കാൻ സാധിച്ചെന്നും ഹുതി വക്താവ് യഹിയ സാരിയും പറഞ്ഞു. എന്നാൽ ഹുതികൾ തൊടുത്തുവിട്ടത് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കില്ലെന്ന സംശയമാണ് അന്ന് പലരും പ്രകടിപ്പിച്ചത്. പിന്നീട് 3 മാസവും 3 ദിവസവും നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹുതികൾ വീണ്ടും ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിന്റെ നേരെ പ്രയോഗിച്ചത്. ഇത് ഭാഗികമായി പ്രതിരോധിക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചെങ്കിലും മിസൈലിന്റെ ഭാഗം പതിച്ച് തെല്ലവീവ് നഗരമായ രാമത് ഖാനിലെ സ്കൂൾ കെട്ടിടം തകരുകയും പ്രദേശത്ത് തീപിടുത്തമുണ്ടാവുകയും ചെയ്തു. വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതോടെ ഇസ്രായേലുകാർ ബെൻഗാറിയോൺ വിമാനത്താവളത്തിന് ചുറ്റുമുള്ള പ്രദേശത്തെ ബങ്കറുകളിലേക്ക് ഓടിയൊളിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം യമന് നേരെ ആക്രമണം അയച്ചുവിട്ടതോടെയാണ് പിറ്റേന്ന് വെള്ളിയാഴ്ച രാത്രി വീണ്ടും ഹുതികൾ ഹൈപ്പർസോണിക് മിസൈൽ ഇസ്രായേലിന് നേരെ തൊടുത്തത്. അയൺ ഡോം പോലുള്ള സകല സുരക്ഷാ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കിയ ആക്രമണത്തിൽ 16 പേർക്ക് പരിക്കേറ്റതായാണ് ഇസ്രായേൽ പറയുന്നത്. മിസൈൽ വരുന്നതറിയിച്ച് മധ്യ ഇസ്രായേൽ പുലർച്ചെ 3:44-ന് സൈറണുകൾ മുഴങ്ങിയതോടെ സുരക്ഷാ ബങ്കറിലേക്ക് ഓടിയൊളിക്കുകയായിരുന്ന 14 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ലക്ഷക്കണക്കിന് പേരാണ് ഒരേ സമയം ബങ്കറുകളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. മിസൈൽ പതിച്ച് തെക്കൻ തെല്ലവീവിലെ പാർക്കിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതായും സമീപത്തെ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 20-ലെ ഈ ആക്രമണത്തോടെയാണ് ഹുതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്ന സംശയം ബലപ്പെട്ടത്. ഫലസ്തീൻ 2 എന്നാണ് ഈ മിസൈലിന് നൽകിയ പേര്. ശബ്ദത്തേക്കാൾ 16 ഇരട്ടിയിലേറെ വേഗതയിൽ ഇതിന് സഞ്ചരിക്കാനാവുമെന്നും ഇതിന്റെ ദൂരപരിധി 2150 കിലോമീറ്റർ ആണെന്നുമാണ് ഹുതികൾ പറയുന്നത്. അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കുമെന്ന ഹുതികളുടെ അവകാശവാദം ശരിവെച്ചാണ് മിസൈൽ ഇസ്രായേലിനെയും അമേരിക്കയെയും ഞെട്ടിച്ച് അവരുടെ സകലമാന പ്രതിരോധ സംവിധാനങ്ങളെയും നിഷ്പ്രഭമാക്കി അധിനിവേശ രാജ്യത്തിന്റെ തലസ്ഥാനമായ തെൽ അവീവിലെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. മിസൈൽ യമനിൽ നിന്നാണ് വന്നതെന്നും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടെന്നും ഇസ്രായേൽ സൈന്യം പിന്നീട് സ്ഥിരീകരിച്ചിരുന്നു. തെല്ലവീവിനടുത്ത് അധിനിവേശ എഫ്ഐയിലെ 2 സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഹുതി സൈനിക വക്താവ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അധിനിവേശ രാജ്യം ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഇടക്കാലത്ത് ഇറാൻ ഫത്ത എന്നുപേരുള്ള 1400 കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈൽ അവതരിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ശബ്ദവേഗത്തിന്റെ 15 മടങ്ങ് വേഗം കൈവരിക്കാൻ കഴിയുന്നതും രഹസ്യചലന സംവിധാനങ്ങൾ ഉൾപ്പെടെ സംവിധാനിച്ചിട്ടുള്ളതാണ് ഈ മിസൈൽ. പൊതുവെ ഹൈപ്പർസോണിക് മിസൈലുകളെ തടയാനോ ചെറുക്കാനോ പ്രയാസമാണെന്നിരിക്കെ ഫത്തായിൽ അധികമായുള്ള രഹസ്യചലന സംവിധാനങ്ങൾ മിസൈലിനെ കൂടുതൽ അപകടകാരിയാക്കുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ ഇറാനുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഹൂതികൾ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്.
ലോകത്ത് ആദ്യമായി ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണ വിജയം പ്രഖ്യാപിച്ചത് റഷ്യയാണ്. 2019 ഡിസംബറിലായിരുന്നു ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായത്. ഇതോടെ ലോകത്തിലെ ആദ്യത്തെ ഹൈപ്പർസോണിക് ആയുധം ഘടിപ്പിച്ച രാജ്യമാണ് തങ്ങളെന്ന് റഷ്യ അവകാശപ്പെട്ടു. പരീക്ഷണ വേളയിൽ മിസൈൽ മാക് 27 വേഗതയിൽ, അതായത് മണിക്കൂറിൽ ഏകദേശം 33,000 കിലോമീറ്റർ വേഗതയിൽ പറന്നതായാണ് അന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടത്. 2021 ഒക്ടോബറിലാണ് ചൈന ഈ ആയുധം വികസിപ്പിച്ചെന്ന വാർത്ത ആദ്യമായി പുറത്തു വരുന്നത്. അമേരിക്ക ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ രഹസ്യാന്വേഷണ ചാരസംഘങ്ങളെയും കബളിപ്പിച്ച് ആരോരും അറിയാതെയാണ് ചൈന ഇതിന്റെ ഗവേഷണ വിജയം സാധ്യമാക്കിയതെന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ്. വിമാനങ്ങളുടെയും മിസൈലുകളുടെയും മറ്റും വേഗത്തെ ശബ്ദവേഗയുടെ അടിസ്ഥാനത്തിൽ 4ആയാണ് തിരിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വേഗമേറിയതാണ് ഹൈപ്പർസോണിക്. ഇതിന് ശബ്ദത്തിന്റെ 5 മടങ്ങിനേക്കാൾ കൂടുതൽ വേഗം കൈവരിക്കാനാകും. ബോയിങ് X-51 വേവ് റൈഡർ, ശബ്ദത്തിന്റെ 10 മടങ്ങ് വേഗതയിൽ പറന്ന നാസ X-43 തുടങ്ങിയ പരീക്ഷണ വിമാനങ്ങൾ ഉയർന്ന ഹൈപ്പർസോണിക് വേഗം യാഥാർത്ഥ്യമാക്കിയവയാണ്. ശബ്ദവേഗത്തിനേക്കാൾ കുറഞ്ഞ സബ്സോണിക്, ഏകദേശം ശബ്ദവേഗത്തിലുള്ള ട്രാൻസോണിക്, ശബ്ദവേഗത്തിന്റെ 5 മടങ്ങ് വരെ എത്തുന്ന സൂപ്പർസോണിക് എന്നിവയാണ് മറ്റു വേഗ നാമങ്ങൾ. സൂപ്പർസോണിക്കിന് അപ്പുറമാണ് ഹൈപ്പർസോണിക്കിന്റെ സഞ്ചാരം. ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യയുടെ ഏറ്റവും വലിയ ഉപയോഗം പ്രതിരോധ രംഗത്താണെങ്കിലും ഭാവിയിൽ ബഹിരാകാശ വ്യോമയാന രംഗങ്ങളിൽ കൂടി വിപ്ലവം സൃഷ്ടിക്കാവുന്ന ഒന്നായാണ് ഹൈപ്പർസോണിക് സാങ്കേതികവിദ്യ കരുതപ്പെടുന്നത്. ഇന്ത്യ ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിലെ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചത്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ ശബ്ദത്തിന്റെ 5 ഇരട്ടിയിലേറെ വേഗത്തിൽ സഞ്ചരിക്കും. ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ സുപ്രധാന നാഴികക്കല്ലാണ് പിന്നിട്ടിരിക്കുന്നതെന്നാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് തന്റെ എക്സ്പോസ്റ്റിൽ ഇതുമായി സംബന്ധിച്ച് വ്യക്തമാക്കിയത്. ഇതൊരു ചരിത്ര നിമിഷമാണ്. ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഇത്തരമൊരു സാങ്കേതികവിദ്യ കൈവശമുള്ളതെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഈ മിസൈലിന് 1500 കിലോമീറ്റർ പ്രഹര പരിധിയാണുള്ളത്. മണിക്കൂറിൽ 6200 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാവുന്ന ഇതിന് വിവിധ തരത്തിലുള്ള പേലോഡുകൾ വഹിക്കാനും സാധിക്കും. ഹൈദരാബാദിലെ ഡോക്ടർ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സ് ഉൾപ്പെടെ DRDOയുടെ വിവിധ ലബോറട്ടറികൾ സംയുക്തമായാണ് ഈ പരിശ്രമത്തിലൂടെ ഈ മിസൈൽ യാഥാർത്ഥ്യമാക്കിയത്. ഇന്ത്യയുടെ പരീക്ഷണ വിജയം രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ നാഴികക്കല്ലാണെന്ന കാര്യത്തിൽ സംശയമില്ല. Waytonikah.com, the exclusive Muslim matrimonial site.